ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഡൽഹി കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള മുന്നണിക്കകത്തെ LDF-നകത്തെ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ അവൈലബിൾ PB ചേരാൻ പോകുന്നു. അതുപോലെ SIR-ൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ വാർത്താ സമ്മേളനം വൈകിട്ട് 4:15 നടക്കാൻ പോകുന്നു. ഇതുൾപ്പെടെ ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. ഡൽഹിയിൽ ഇന്ന് തീർച്ചയായും ഒരു തിരക്കുള്ള വാർത്താ ദിവസം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാന ചർച്ചാ കേന്ദ്രമായി മാറിയത് ഡൽഹി ആയിരുന്നു. രണ്ട് പാർട്ടികളുടെയും ദേശീയ ആസ്ഥാനത്ത് ദേശീയ നേതാക്കൾക്കിടയിൽ ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് പ്രധാനമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPM-ന്റെ ചേരുന്നു. CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു. ഈ യോഗങ്ങളുടെ തീരുമാനങ്ങളിലെല്ലാം അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. CPI-യെ സംബന്ധിച്ചിടത്തോളം നിലപാട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് സംസ്ഥാന ഘടകവും ദേശീയ നേതൃത്വവും ഒരുപോലെ തന്നെ ഈ ഒരു പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്നും പിന്മാറണം എന്ന ഒറ്റ ആവശ്യം മാത്രമാണ് CPI-ന് മുന്നിലുള്ളത്. അത് സംസ്ഥാന തലത്തിലും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ കണ്ട് CPI ജനറൽ സെക്രട്ടറി D രാജ നേരിട്ടും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് CPIM ആണ് എന്നാണ് CPI-യുടെ നിലപാട്. ആ നിലപാടിന് കാത്തിരിക്കുകയാണ്. തുടർ നടപടികൾ എന്ത് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ CPI. ഇത് പ്രധാനമായും ഈ വിഷയത്തിൽ CPIM-ന്റെ കേന്ദ്ര നേതൃത്വത്തിൽ പോലും ചർച്ച ചെയ്യാതെയാണ് ഈ പദ്ധതി നടപ്പാക്കിയത് എന്ന വിമർശനം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾക്കിടെ ഇന്ന് CPIM-ന്റെ അവൈലബിൾ പോൾ ബ്യൂറോ യോഗം ചേരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ചർച്ചയിൽ അതിന്റെ തുടർ ചർച്ചകൾ ഉൾപ്പെടെയുള്ളവ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. അതിനെതിരെ വിമർശനങ്ങൾ ഈ യോഗത്തിൽ ഉയരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ തുടർ ചർച്ചകൾ, അതിന്റെ അംഗീകാരങ്ങൾ എന്നിവ വരേണ്ടത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള നിർണായകമായ പ്രതികരണങ്ങൾ ഇന്ന് ഡൽഹിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കേരളത്തിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും. ഇന്ന് വൈകിട്ട് 4:15 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 2 ദിവസത്തെ അവലോകന യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരുന്നു. അത് ദേശീയ തലത്തിൽ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ അത് അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഈ യോഗത്തിൽ കേരളം എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനുശേഷം കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാം എന്ന നിർദ്ദേശം സംസ്ഥാന ഇലക്ടോറൽ ഓഫീസർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അസം പൗരത്വ പട്ടിക തയ്യാറാക്കിയ ശേഷം നടപ്പാക്കാം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമോ, എന്ത് തീരുമാനം എന്നുള്ളതാണ് നിർണായകം. ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്യുന്നുണ്ട്. സാഹചര്യങ്ങൾ കേരളത്തിൽ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടായാൽ അത് നടപടികളെ തടസ്സപ്പെടുത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. ഈ യോഗത്തിനിടെ തന്നെ സംസ്ഥാന ഇലക്ടോറൽ ഓഫീസറുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം, കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ഉത്തരം ലഭിക്കും. പ്രധാനമായും ഇതോടൊപ്പം തന്നെ സുപ്രീം കോടതി ദീപാവലി അവധിക്ക് ശേഷം ഇന്ന് തുറക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് പരിഗണിക്കുന്ന ഹർജികളിൽ എന്നുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിഞ്ഞ കേസ്. അത് അഡ്വക്കേറ്റിനെതിരായ നടപടി, കോടതിയലക്ഷ്യ നടപടി വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഈ ഹർജി ഉൾപ്പെടെ ദീപാവലി അവധിക്ക് ശേഷം പരിഗണിക്കും എന്നാണ് അറിയിച്ചിരുന്ന കോടതി. ആ ഘട്ടത്തിൽ ഇന്ന് ഈ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇക്കാര്യത്തിൽ? ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങളും വിശകലനങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.